പറഞ്ഞതേ ഉള്ളൂ. രാവിലെ 2 പേര് ഔട്ടായി, എന്താവുമെന്ന് അറിയാൻ വയ്യ. അത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. അപ്പോഴത്തേക്ക് ഇതായി മുഴുവൻ വിക്കറ്റുകളും പോയി. ആദ്യത്തെ 1 മണിക്കൂറൊന്ന് നിർണായകമാണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. ആ 1 മണിക്കൂർ തന്നെ ആളൗട്ടാകാൻ പ്രത്യേകിച്ച് എന്തായാലും 131 റൺസ് ലീഡ് എന്നുള്ളത് ഒരു മികച്ച ലീഡ് തന്നെയാണ്. നമുക്ക് വാർത്തകളിലേക്ക് തന്നെ പോകാൻ തോന്നുന്നു. തീർച്ചയായും. എന്തായാലും കർഷക സമരത്തിന് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് ഗവർണർ അനുമതി നൽകിയേക്കുമോ? എന്തായാലും അതിൽ ഇന്നൊരു തീരുമാനമുണ്ടാകും. അത് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. ആദ്യം ഗവർണറോട് അഭ്യർത്ഥിച്ചു, അദ്ദേഹം വഴങ്ങിയില്ല. ഇപ്പോൾ സഭ ചേരേണ്ട അടിയന്തര സാഹചര്യമില്ല എന്നൊരു നിലപാട് ഗവർണർ എടുത്തു. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു കൃഷിമന്ത്രി, സ്പീക്കർ തുടങ്ങി സകലമാന ആൾക്കാരും ഗവർണറെ പോയി കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് അദ്ദേഹം അനുമതി നൽകുമോ ഇല്ലയോ? അനുമതി നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായും വലിയ ഒരു പോരിലേക്ക് അത് പോകും. അനുമതി നൽകുമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ. കർഷക സമരം ചർച്ച ചെയ്യാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാനുള്ള സർക്കാരിൻ്റെ ശുപാർശയിൽ ഗവർണറുടെ തീരുമാനം ഇന്നുണ്ടാകും. കഴിഞ്ഞ ദിവസം രാജ്ഭവനിലെത്തിയ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനോട് സമ്മേളനത്തിന് അനുമതി നൽകുമെന്ന് ഗവർണർ ഉറപ്പ് നൽകിയിരുന്നു. സഭാ സമ്മേളനം ചേരേണ്ട അടിയന്തര സാഹചര്യം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പലവട്ടം ഗവർണർ സർക്കാരിനോട് വിശദീകരണം തേടുകയും ചെയ്തു. ഭിന്നതകൾക്കിടെ കഴിഞ്ഞ ദിവസം മന്ത്രിമാർ ഗവർണറെ സന്ദർശിച്ച് അനുനയ നീക്കം നടത്തി. ഈ മാസം 31-ന് പ്രത്യേക സഭാ സമ്മേളനം ചേരാനാണ് സർക്കാരിൻ്റെ നീക്കം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ സത്യം പറഞ്ഞ ഫേസ്ബുക്കൊക്കെ തുറന്ന് നോക്കുമ്പോൾ കുളയിൽ പോയ പോലെയാണ് അല്ലേ? സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ തിരുവനന്തപുരത്ത് വരുന്നു. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് 22 വയസ്സുള്ള കുട്ടികളുടെ പോലെയാണ്. അപ്പോൾ രാവിലെ ഇങ്ങനെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഫേസ്ബുക്കിൽ ടൈം ലൈനുകളിലെല്ലാം അതാണ്. അപ്പോൾ ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ 2-3 പഞ്ചായത്ത് പ്രസിഡന്റ് 21-22 വയസ്സുകൾക്കുള്ള യുവത്വം ഭരിക്കട്ടെ എന്ന മുദ്രാവാക്യമാണെന്ന് തോന്നുന്നു. അത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ചില കോണുകളിൽ നിന്ന് വിമർശനമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വാർത്ത, 5 സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ ഇന്ന് മേയർമാർ സ്ഥാനമേൽക്കുന്നു എന്നുള്ളതിനാണ് വാർത്തയിലേക്ക്. 6 കോർപ്പറേഷനുകളിലും 5 ഇടത് തന്നെയാണ് സാധ്യത. മറ്റ് അട്ടിമറിയൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇടത് തന്നെയാണ് ഭരിക്കാൻ പോകുന്നത്. കണ്ണൂർ മാത്രം UDF-ലാണ് കാര്യങ്ങളെല്ലാം തീരുമാനമായിട്ടുണ്ട്. ഇനി അത് കൃത്യമായിട്ട് നടന്നാൽ മതി എന്നുള്ളതാണ്. എന്തായാലും ആ റിപ്പോർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലേക്ക് മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന്. അട്ടിമറി ഉണ്ടായില്ല എങ്കിൽ കണ്ണൂർ ഒഴികെയുള്ള 5 കോർപ്പറേഷനുകളിൽ ഇടതുമുന്നണിയാണ് അധികാരത്തിലെത്തുക. നഗരസഭകളിലേക്കുള്ള ചെയർമാൻ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. വിവരങ്ങളുമായി ടി സജിത്ത്, മനു ഭരത് എന്നിവർ തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിൽ നിന്ന് ചേരുന്നു. കൊച്ചിയിൽ നിന്ന് ശരണ്യയും ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം സജിത്തിലേക്ക് തന്നെ പോകാം. സജിത്ത്, ഗുഡ് മോർണിംഗ്. സജിത്ത്, സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ എന്നല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ മേയറായി അധികാരമേൽക്കുകയാണ് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് ഇതിൻ്റെ ബാക്കി ചടങ്ങുകൾ? അതായത് ഇപ്പോൾ മേയർ തിരഞ്ഞെടുപ്പ്, വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പ്, കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. 100 വാർഡുകളുള്ള വലിയ കോർപ്പറേഷനാണ്. എത്ര മണിക്കാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നത്? ഇന്നിപ്പോൾ നടക്കുന്ന ഈ കോർപ്പറേഷനുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും അധ്യക്ഷ, ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം തിരുവനന്തപുരമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച തന്നെ സാഹചര്യം, 21 വയസ്സുകാരി തലസ്ഥാന നഗരത്തിൻ്റെ അധ്യക്ഷയാകുന്നു അല്ലെങ്കിൽ നാഥയാകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ് ഇനി ഉണ്ടാവുന്നത്. 11 മണിക്കാണ് ഇന്ന് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുക. അതായത് കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളും 11 മണിക്ക് തെരഞ്ഞെടുപ്പ് നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ്. ഈ തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമീകരണം നടത്തിയിരിക്കുന്നത്. 11 മണിക്ക് എല്ലാ സ്ഥാപനങ്ങളിലും നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്ന് അവർ മുന്നണികൾ നിശ്ചയിച്ച സ്ഥാനാർത്ഥി ഈ രംഗത്തേക്ക് വരും. കാര്യമായ അട്ടിമറികളൊന്നുമില്ലെങ്കിൽ കണ്ണൂർ ഒഴികെയുള്ള എല്ലാ കോർപ്പറേഷനുകളിലും ഇടതുമുന്നണി ഭരിക്കും. കാരണം വ്യക്തമായ മജോറിറ്റി മറ്റിടങ്ങളിലുണ്ട്. കൊച്ചിയിലൊക്കെയാണ് നേരിയ ചില സാധ്യതകളുണ്ടായത്. പക്ഷേ മുന്നണികൾ തരത്തിലുള്ള ചർച്ചകൾ നടത്തി അവർ പിന്തുണകൾ, അതായത് തങ്ങളുടെ മജോറിറ്റി അവർ നേരത്തെ തന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികളാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. കാരണം പല മുനിസിപ്പാലിറ്റികളിലും ചില നിർണായക അടിയൊഴുക്കുകൾ, അവസാന നിമിഷമുള്ള അടിയൊഴുക്കുകൾക്ക് സാധ്യതയുണ്ട്. കാരണം ഈ സ്വതന്ത്രന്മാർ നിർണായകമാകുന്ന ചില മുനിസിപ്പാലിറ്റികളെങ്കിലുമുണ്ട്. ഉദാഹരണത്തിന്
തിരുവനന്തപുരത്തെ വർക്കല മുനിസിപ്പാലിറ്റി അടക്കം നമുക്ക് പരാമർശിക്കേണ്ടി വരും. കാരണം വർക്കലയിൽ BJPയും CPMഉം ഇഞ്ചോടിഞ്ചാണ് ഒടുവിൽ റിസൾട്ട് വരുമ്പോൾ കിട്ടിയത്. ഇതിൽ നിർണായകമാവുന്ന 3 സ്വതന്ത്രന്മാരുടെ നിലപാടാണ്. ഇന്ന് എന്ത് സംഭവിക്കും വർക്കലയിൽ എന്നത് ഏറെ ആകാംക്ഷ ഉയർത്തുന്ന കാര്യമാണ്. കാരണം ഇടതുമുന്നണി ഈ സ്വതന്ത്രന്മാരുടെ പിന്തുണ തങ്ങൾക്കൊപ്പമുണ്ട് എന്നത് അവകാശപ്പെടുന്നു. അതേസമയം BJPയും ഈ അവകാശവാദം ഉന്നയിക്കുന്നു എന്നതാണ് മറ്റൊരു സാഹചര്യം. എന്തായാലും വർക്കലയിൽ എന്ത് സംഭവിക്കുന്നു എന്നത് ആകാംക്ഷ ഉയർത്തുന്നതാണ്. തിരുവനന്തപുരത്ത് തന്നെ നെയ്യാറ്റിൻകര നഗരസഭയിലും സമാനമായ അത്രയ്ക്ക് ഇതല്ലെങ്കിൽ കൂടിയും സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവിടെ സ്വതന്ത്രന്മാർക്ക് സ്വാധീനമില്ല എന്നതാണ് നെയ്യാറ്റിൻകരയിലെ മറ്റൊരു പ്രത്യേകത. ഈ തരത്തിലാണ് സാഹചര്യം. എന്തായാലും കോർപ്പറേഷനുകളിൽ കണ്ണൂർ ഒഴികെ മറ്റിടങ്ങളിലെല്ലാം ഇടതുമുന്നണി ഭരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. മറ്റ് അട്ടിമറികളോ മറ്റ് നീക്കങ്ങളോ ഒന്നും നടന്നില്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലേക്ക് വരുമ്പോൾ മറ്റ് സാധ്യതകളുണ്ട്. അവസാന നിമിഷം ചില അട്ടിമറികളും നീക്കങ്ങൾക്കും സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ അത്തരം ചില നീക്കങ്ങൾ കണ്ടതുമാണ്. വർക്കലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വർക്കലയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയാൽ വേറെ മുനിസിപ്പാലിറ്റി പരവൂര്, ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയാണ്. അവിടെ 14 എന്നുള്ളതാണ് LDFും UDFും അവരുടെ സീറ്റ് നില എങ്ങനെയാണ്. 4 സീറ്റ് BJP ആണ്. അപ്പോൾ രാവിലെ ഏതായാലും കാര്യങ്ങൾ ടോസിലേക്ക് പോകും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അവിടുത്തെ ഒരു ചരിത്രത്തോട് നോക്കിയാൽ ഒരു ഒപ്പിൻ്റെ ഒപ്പിൻ്റെ ഒരു കഷ്ണം അപ്പുറത്തെ കോളത്തിലേക്കൊക്കെ പോയതിന് ഭരണമാറ്റം വന്നിട്ടുള്ള മുനിസിപ്പാലിറ്റിയൊക്കെയാണ്. ആ ഒരു വർഷം 5 വർഷം ഒരൊറ്റ ഒപ്പിൻ്റെ മേളിൽ 5 വർഷം ഭരണം പോയ മുനിസിപ്പാലിറ്റിയൊക്കെയാണ്. ഈ പറഞ്ഞ സാഹചര്യം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏതാണ്ട് 8-10 മുനിസിപ്പാലിറ്റികളിൽ നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജിത്ത് പറഞ്ഞ പോലെ സ്വതന്ത്രന്മാരുടെ നിലപാട് വളരെ നിർണായകമാകുന്ന മുനിസിപ്പാലിറ്റികളുണ്ട്. തിരിച്ച് നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ തലസ്ഥാന നഗരത്തിൻ്റെ സാരഥിയായി ചുമതലയേൽക്കുന്നു. CPI കഴിഞ്ഞ ദിവസം മേയർ സ്ഥാനത്തിന് തങ്ങൾക്ക് അവകാശമുണ്ടെന്ന മട്ടിൽ CPIയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വന്നിരുന്നു. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടോ സജിത്ത്? CPI തങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് മേയർ സ്ഥാനം എന്നൊരു അവകാശവാദം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ CPI അതൊരു മുന്നണിക്കകത്ത് പ്രതിസന്ധി ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കത്തിലേക്ക് CPI തയ്യാറാവില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നലെ ചേർന്ന CPI ജില്ലാ കൗൺസിൽ യോഗമാണ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അവർ സംസ്ഥാന നേതൃത്വത്തെ തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് മേയർ സ്ഥാനം, അവസാനത്തെ 1 വർഷമെങ്കിലും തിരുവനന്തപുരം മേയർ സ്ഥാനം CPIക്ക് വിട്ടു നൽകണമെന്നൊരു ആവശ്യം നേതൃതലത്തിൽ ചർച്ചയാവണം. ഇതാണ് CPI മുന്നോട്ട് വെച്ചേക്കുന്നത്. പക്ഷേ ഇതിൽ ചർച്ച നടക്കേണ്ടത് CPMൻ്റെയും CPIയുടെയും സംസ്ഥാന നേതൃത്വങ്ങൾ തമ്മിലാണ്. കാരണം സംസ്ഥാനത്തെ മേയർ തെരഞ്ഞെടുപ്പ് എപ്പോഴും സംസ്ഥാന കമ്മിറ്റികളാണ് ഇടതുമുന്നണിയിൽ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലാണ് ചർച്ചകൾ നടക്കേണ്ടത്. പക്ഷേ CPI ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടെങ്കിൽ കൂടിയും അതൊരു മുന്നണിക്കകത്തൊരു പ്രതിസന്ധിയാവുന്ന തരത്തിലേക്കുള്ള നീക്കത്തിലേക്ക് വരുന്നില്ല. പൊതുവിൽ CPI തങ്ങളുടെ ഒരു ആവശ്യമായിട്ടാണ് ഇത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചകളിലൊക്കെ ഒരുപക്ഷെ ഈ വിഷയങ്ങളൊക്കെ പരാമർശിക്കപ്പെട്ടേക്കും. എനിക്ക് നമുക്ക് സൈത്ത് ദയവായി തുടരുക. മനു കണ്ണൂരിൽ നിന്ന് ശരിയാണ്. മനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ലല്ലു. ഗുഡ് മോർണിംഗ്. അവിടെ ഈ നിലവിലുള്ള 6 കോർപ്പറേഷനുകളിൽ ഒരെണ്ണം മാത്രമാണ് UDF ഭരിക്കും എന്ന് തീരുമാനിച്ചിട്ടുള്ള ഉറപ്പിച്ചിട്ടുള്ള ഒരു കോർപ്പറേഷൻ കണ്ണൂരാണ്. ചെയർമാനെ അല്ലെങ്കിൽ മേയറെ കണ്ടെത്താൻ വേണ്ടി അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയ ഒരു സ്ഥലം എന്നുള്ളൊരു വലിയ പ്രത്യേകത കൂടി കണ്ണൂരുണ്ട്. ചുരുക്കത്തിൽ നിയുക്ത മേയർ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചാണ്, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് ജയിച്ചാണ് മേയർ കസേരയിലേക്ക് വരുന്നത് എന്നൊരു വലിയ പ്രത്യേകതയുണ്ട്. കണ്ണൂർ അവസാന നിമിഷം വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ചില അവകാശവാദങ്ങൾ ഇതിനകത്ത് ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ മറ്റ് സാഹചര്യങ്ങളിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. രാവിലെ 11 മണിക്ക് മേയർ തെരഞ്ഞെടുപ്പ് നടക്കും. കണ്ണൂരിനെ സംബന്ധിച്ച്, കണ്ണൂരിലെ UDFനെ സംബന്ധിച്ച് എന്താണ് അവരുടെ തുടർ നടപടികൾ? UDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിസന്ധികൾ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം. കാരണം അവർക്ക് 34 സീറ്റിൻ്റെ ഒരു വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. ഒരു വിമതൻ ഉള്ളത് കോൺഗ്രസ്കാരനുമാണ്. അതുകൊണ്ട് തന്നെ UDF ഈ അധികാരത്തിൽ വേറെ അട്ടിമറികളൊന്നും സംഭവിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ്. ഇവർക്കുണ്ടായിരുന്ന പ്രതിസന്ധി ഈ ആരെ മേയർ സ്ഥാനാർത്ഥിയാക്കും എന്നതിനെ സംബന്ധിച്ചായിരുന്നു. 3 പേരാണ് അതിൽ വളരെ ശക്തമായ ഒരു നിലപാടുമായി ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് KPCC ജനറൽ സെക്രട്ടറി നേരത്തെ തന്നെ പിൻവാങ്ങി. പിന്നീട് ഈ അഡ്വക്കേറ്റ് ടി ഒ മോഹനും അതുപോലെ മുൻ ഡെപ്യൂട്ടി മേയറായിരുന്ന PK രാഗേഷും തമ്മിൽ ആയിരുന്നു ഒരു ഹിതപരിശോധനയുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നത്. അതിൽ 20 കൗൺസിലർമാർ ഇന്നലെ യോഗം ചേർന്നു. അവർ ടി ഒ മോഹനാണ് അതിൽ കൂടുതൽ ആളുകൾ, ഭൂരിപക്ഷം ആളുകൾ പിന്തുണ പ്രഖ്യാപിച്ചത്. ആ സാഹചര്യത്തിൽ അദ്ദേഹം മേയറാകട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം എടുത്തത്. നിരീക്ഷകനായി KPCC വൈസ് പ്രസിഡന്റ് T സിദ്ദിഖും എത്തിയിരുന്നു.
അപ്പോൾ കോൺഗ്രസിനകത്തുള്ള ആ തർക്കങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി മേയർ സ്ഥാനാർത്ഥിയായി ടി ഒ മോഹൻ വിജയിക്കും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ഉള്ളത്. ഈ നഗരസഭകളുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ എല്ലായിടത്തും മൂന്നിടത്ത് UDF വ്യക്തമായ മേൽക്കൈയുണ്ട്. ശ്രീകണ്ഠാപുരം, അതുപോലെ ശ്രീകണ്ഠാപുരം, തളിപ്പറമ്പ്, ഇരിട്ടിയിലാണ് ശ്രീകണ്ഠാപുരം, തളിപ്പറമ്പ്, പാനൂർ. ഇരിട്ടിയിലാണ് ഈ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യമുള്ളത്. അവിടെ ഇടതുപക്ഷം ഭരണത്തിൽ എത്തും എന്നതാണ് ഇപ്പോഴത്തെ ഒരു കക്ഷിനില വെച്ച് കാണുന്നത്. അതൊഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും പ്രതീക്ഷിച്ച തരത്തിൽ തന്നെയായിരിക്കും ഈ നഗരസഭ അധ്യക്ഷന്മാർ തിരഞ്ഞെടുക്കപ്പെടുക എന്നതും ശ്രദ്ധേയമാണ്. ഈ കണ്ണൂരിൽ ആന്തൂർ പോലുള്ള CPM വ്യക്തമായ മേൽക്കൈയുള്ള അല്ലെങ്കിൽ ഇടത് കോട്ട എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള സ്ഥലങ്ങളിൽ യാതൊരു തരത്തിലുള്ള അട്ടിമറികൾക്കും ഒന്നും തന്നെ സ്കോപ്പ് പോലുമില്ല. അവിടെ P. മുകുന്ദൻ, മുൻ ഏരിയ സെക്രട്ടറി, അദ്ദേഹം ചെയർമാനായി സ്ഥാനമേൽക്കും എന്ന് തന്നെയാണ് ഈ CPM നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ഏറെക്കുറെ വലിയ അട്ടിമറികൾക്കൊന്നും കണ്ണൂർ ജില്ലയിൽ സാധ്യതയില്ല. ഇന്ന് വളരെ സുഗമമായൊരു തെരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ പ്രതീക്ഷിച്ച തരത്തിൽ ഓരോ സ്ഥലത്തും ആളുകൾ മത്സരിക്കും. ഏതായാലും CPM കണ്ണൂർ കോർപ്പറേഷനിലേക്ക് അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും അവർ മത്സരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി N. സുകന്യയാണ് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഈ രാവിലെ ആയിരിക്കും ഈ മേയർ സ്ഥാനാർത്ഥിയുടെ മത്സരം. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഡെപ്യൂട്ടി മേയർക്കുള്ള മത്സരം. ലീഗ് ഇവിടെ ഷമീമ ടീച്ചർ തന്നെ മത്സരിക്കും എന്ന നിലപാടിലാണ്. ഏതായാലും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ലീഗ് ഇന്ന് രാവിലെ നടത്തും എന്നാണ് പറഞ്ഞു കേട്ടത്. ഏതായാലും ഷമീമ ടീച്ചർ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന ഒരു നിലപാടാണ് പൊതുവെ ലീഗ് പക്ഷത്തു നിന്നുള്ളത്. അങ്ങനെ സുഗമമായ രീതിയിൽ കണ്ണൂരിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കണ്ണൂർ ഈ പ്രാവശ്യം UDF ഭരിക്കാൻ പോകുന്ന ഏക കോർപ്പറേഷനാണ് കണ്ണൂർ. അതാണ് ഇപ്പോൾ മനു ഭരത് സൂചിപ്പിച്ചത്. ഇതാണ് കണ്ണൂരിലെ സാഹചര്യം. ഇനി നമ്മൾ കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ ശരൺ ചേരുന്നുണ്ട്. 10 വർഷമായി UDF കയ്യിലിരുന്ന കോർപ്പറേഷനാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് കൊച്ചി കോർപ്പറേഷൻ ഭരണം LDF കയ്യിലേക്ക് വരുന്നത്. അതും സ്വതന്ത്രരുടെ പിന്തുണയോട് കൂടിയാണ്. വലിയ പാടുപെട്ടാണ് ആ ഭരണം ഉറപ്പിച്ചത് എന്ന് വേണം പറയാൻ. ഏതായാലും ശരൺ ചേരുകയാണ്. ശരൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ 11 മണിക്ക് മേയർ തെരഞ്ഞെടുപ്പ് നടക്കും. നിലവിലെ സാഹചര്യത്തിൽ അട്ടിമറികൾക്കൊന്നും സാധ്യതയില്ല. ഇടതു മുന്നണി ഭരണം ഉറപ്പിച്ചു എന്ന് തന്നെ പറയാവുന്നൊരു സാഹചര്യമുണ്ട്. അനിൽകുമാർ മേയറാകും എന്ന് ഇടതു മുന്നണി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്താണ് രാവിലെ എനിക്ക് തോന്നുന്നു കൊച്ചി പോലുള്ളൊരു സ്ഥലത്ത് വർഷങ്ങൾക്ക് ശേഷം ഇടതു മുന്നണിക്ക് ഭരണം കിട്ടുന്നൊരു സാഹചര്യമാണ്. ഇടത് ക്യാമ്പുകളുടെ ഒരു പ്രതീക്ഷ എന്താണ് ശരൺ മനസ്സിലാക്കുന്നത്? ലല്ലു സൂചിപ്പിച്ച പോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് LDF ഈ കൊച്ചി കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അവർക്ക് ചെറിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതായത് അവർക്ക് 34 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭരിക്കാൻ കഴിയുമോ അടക്കമുള്ള കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അവർ കൃത്യമായി തന്നെ പരിഹാരം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതായത് കോൺഗ്രസ് വിമതനെയും ലീഗ് വിമതന്റെയും പിന്തുണ ആർജിച്ചുകൊണ്ടാണ് അവർ അവരുടെ കക്ഷിനില 36 ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ UDF 31 സീറ്റുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് രീതിയിലുള്ള പ്രതിസന്ധികളൊന്നും ഇപ്പോൾ മേയർ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ LDF മുന്നിലില്ല. LDF മേയർ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നത് M. അനിൽകുമാറാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗവും MG യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗവുമായ M. അനിൽകുമാറിനെയാണ് അവർ മേയർ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ചേർന്ന CPM ജില്ലാ കമ്മിറ്റി യോഗം അതിന് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ UDF മേയർ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നത് ആന്റണി കുരീത്തറയാണ്. ഒപ്പം തന്നെ BJP സുധ ദിലീപ് കുമാറിനെയാണ് മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. രാവിലെ 11 മണിയോട് തന്നെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ തന്നെ M. അനിൽകുമാർ മേയർ ആയി തെരഞ്ഞെടുക്കാൻ തന്നെയാണ് സാധ്യത കൂടുതലായി നിലനിൽക്കുകയും ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കുക. അതിൽ പ്രധാനമായും പറയേണ്ടത് CPIയിലെ ആൻസിയെയാണ് LDF ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സീന ഗോകുലൻ UDF ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാകും. BJPയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രിയ പ്രശാന്തം രംഗത്ത് എത്തിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഡെപ്യൂട്ടി മേയറായിട്ട് തിരഞ്ഞെടുക്കാൻ സാധ്യതയേറെയും CPIയിലെ ആൻസിയെ തന്നെയാണ്. വലിയ രീതിയിലുള്ള പ്രതിസന്ധിയോ ആശങ്കയോ ഇപ്പോൾ LDF ക്യാമ്പിലില്ല. കാരണം കൃത്യമായി തന്നെ അവർ അവരുടെ കക്ഷിനില 36 ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ മേയർ സ്ഥാനവും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും സ്വന്തമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് LDF ക്യാമ്പിനുള്ളത്. ഓക്കെ ശരൺ, ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളൊന്ന്. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിൽ ഇന്ന് മേയർമാരും ഡെപ്യൂട്ടി മേയർമാരും ചുമതലയെടുക്കും. രാവിലെ 11 മണിക്ക് മേയർ തെരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അട്ടിമറി സാധ്യതകൾ
ഒന്നുമില്ല. അട്ടിമറികളൊന്നും നടന്നില്ലെങ്കിൽ 5 കോർപ്പറേഷനുകളിൽ ഇടതുമുന്നണിയും കണ്ണൂരിൽ UDFും ഇന്ന് അധികാരത്തിലെത്തും. മുനിസിപ്പാലിറ്റികളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഈ സമയക്രമം തന്നെയാണ് അവിടെയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പല മുനിസിപ്പാലിറ്റികളിലും ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്ന ഒരു വാസ്തവമുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഏതൊക്കെ മുനിസിപ്പാലിറ്റിയിൽ ഏതൊക്കെ തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടായി എന്ന വസ്തുത എന്ന വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോൾ ഇവിടെ കോൺഗ്രസിലെ ആഭ്യന്തര കലഹവുമായി ബന്ധപ്പെട്ട ആഘോഷവും പരാജയത്തിൻ്റെ ഒരു ബഹളവുമാണ്. UDF നേതാക്കൾ ഇന്ന് കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറുമായി കൂടിക്കാഴ്ച നടത്തും. കോൺഗ്രസിൻ്റെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെടും. നേതൃതലത്തിൽ ഉമ്മൻചാണ്ടി കൂടുതൽ സജീവമാകണമെന്ന അഭിപ്രായവും പങ്കുവയ്ക്കും. കാർത്തിക് ചേരുകയാണ് തിരുവനന്തപുരത്ത്. കാർത്തിക് അധികം വയ്യാതെ ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രഞ്ജിനി, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം കോൺഗ്രസ് നേതാക്കളും ഒക്കെയായി ചർച്ച നടത്തി. ഉമ്മൻചാണ്ടിയുമായി എല്ലാം ചർച്ചകളും നടത്തി. ഓൾറെഡി താരിഖ് അൻവറുമായി പങ്കുവെച്ച് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലായിരുന്നു. ഗ്രൂപ്പ് വീതം വയ്പ്പാണ്. എന്തായാലും താരിഖ് അൻവർ വരുന്നത് പ്രമാണിച്ചപ്പോൾ അതുപോലെ തലസ്ഥാനത്ത് ഫ്ലെക്സ് യുദ്ധമായിരുന്നു. KPCC ഓഫീസിൻ്റെ ഫ്രണ്ട് 5, വെള്ളയമ്പലത്ത് 5, ഇങ്ങനെ എല്ലായിടത്തും ഫ്ലെക്സുകൾ നിറഞ്ഞു കവിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളുമായാണ് ഓരോരുത്തരെയും കണ്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിൽ പല നേതാക്കളും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലായിരുന്നു എന്നൊരു വിമർശനം, വേണ്ടത്ര രീതിയിൽ ഏകോപനം നടത്തിയില്ല, സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചതിൽ വലിയ പാളിച്ചകൾ പറ്റി എന്ന വിമർശനവുമെല്ലാം AICC ജനറൽ സെക്രട്ടറിയുമായി പങ്കുവച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് താരിഖ് അൻവറിന് മുന്നിൽ വന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എനിക്ക് തോന്നുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3-4 മാസങ്ങൾ മാത്രം ശേഷിക്കെ നേതൃമാറ്റം എന്നൊരു നിലപാടിലേക്ക് നേതാക്കൾ പോയില്ല എന്നാണ് നമുക്ക് ഇതുവരെ ലഭിച്ച വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ UDFിലേക്ക് എത്തുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതൃതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന നിലപാട് ഘടകകക്ഷികൾ താരിഖ് അൻവറിന് മുന്നിൽ വയ്ക്കും എന്ന ഒരു സൂചനയാണ് ലഭിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് VR കാർത്തിക് നമ്മുടെ ഒപ്പം ചേരും. കാർത്തിക്, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളുമായി എല്ലാം നേരത്തെ സൂചിപ്പിച്ച പോലെ ചർച്ചകൾ നടന്നിരുന്നു. ഇന്നിപ്പോൾ ഘടകകക്ഷികളുമായാണ് ചർച്ചകൾ നടക്കാൻ പോകുന്നത്. എങ്ങനെയാണ് കാണേണ്ട സാധ്യതകൾ? രാവിലെ 11 മണിയോട് കൂടിയാണ് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ UDF കക്ഷി നേതാക്കളെ കാണുന്നത്. ഇന്ന് മുസ്ലിം ലീഗിന്റെയും RSPയുടെയും അടക്കം നിലപാടുകളാവും ഏറെ നിർണായകമാകുക. കഴിഞ്ഞ UDF ഏകോപന സമിതി യോഗത്തിൽ തന്നെ അതിന് മുന്നോടിയായി കോൺഗ്രസ് നേതാക്കളുമായി നടന്ന ചർച്ചയിൽ തന്നെ ഒരു തിരുത്തൽ നടപടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേ മതിയാകൂ എന്ന കർശന നിലപാട് ലീഗും RSPയും അറിയിച്ചിരുന്നു. പരമ്പരാഗത വോട്ടുകൾ മധ്യ കേരളത്തിലടക്കം UDFന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ വോട്ടുകളെ അടുപ്പിക്കാൻ കഴിയുന്ന വിധമുള്ള തിരുത്തലുകൾ വേണം എന്നൊരു നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വെച്ചത്. KPCC അധ്യക്ഷനെ ലക്ഷ്യം വെച്ചുള്ള വിമർശനങ്ങളായിരുന്നുവെങ്കിൽ കൂടിയും നേരിട്ട് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമായതിനാൽ അത്തരമൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഉമ്മൻചാണ്ടി നേതൃനിരയിൽ കൂടുതൽ സജീവമാകണം എന്ന അഭിപ്രായം തീർച്ചയായും ലീഗും RSPയും പങ്കുവയ്ക്കും. അതായത് UDF ചെയർമാൻ സ്ഥാനത്തേക്കോ K മുരളീധരൻ നേരത്തെ രാജിവെച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കോ ഒക്കെ ഉമ്മൻചാണ്ടി കൂടുതൽ സജീവമാകണം എന്നൊരു അഭിപ്രായമാവും അവർ പങ്കുവയ്ക്കുക. ഇക്കാര്യത്തിൽ AICC ജനറൽ സെക്രട്ടറിയും കേന്ദ്ര സംഘവും അവർ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും ഏറെ നിർണായകമാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം ഓരോ നേതാക്കളെയും പ്രത്യേകം കണ്ടാണ് കേന്ദ്ര പ്രതിനിധി സംഘം ചർച്ച നടത്തിയത്. DCCകളുടെ അഴിച്ചുപണി അടക്കമുള്ള കാര്യങ്ങളാണ് അവർക്ക് മുന്നിൽ വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് തന്നെ KPCCയിൽ ഒരു നേതൃമാറ്റം എന്ന ആവശ്യം വലിയ തോതിൽ ഉയർന്നില്ല. A ഗ്രൂപ്പിന്റെയും I ഗ്രൂപ്പിന്റെയും ഭാഗത്തു നിന്ന് അത്തരമൊരു ആവശ്യം ഉയർന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഗ്രൂപ്പുകളുടെ അതിപ്രസരമാണ് പരാജയത്തിന് കാരണമെന്ന വിമർശനമാണ് മുല്ലപ്പള്ളിയെ അനുകൂലിക്കുന്നവർ കേന്ദ്ര പ്രതിനിധി സംഘത്തിന് മുമ്പാകെ വച്ചത്. ഏതായാലും ഇന്നത്തെ ചർച്ചകളാണ് ഏറെ നിർണായകമാകുക. ഇന്ന് വൈകിട്ടോടുകൂടി താരിഖ് അൻവർ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. കാർത്തിക്, നമുക്കറിയാം ഈ കോൺഗ്രസ് നേതാക്കൾ താരിഖ് അൻവറുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ കഴിഞ്ഞ ദിവസം കാർത്തിക് തന്നെ റിപ്പോർട്ട് ചെയ്ത പോലെ നേതൃമാറ്റം എന്നൊരു ആവശ്യം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. പക്ഷേ UDF ഘടകകക്ഷികളുമായി താരിഖ് അൻവറിൻ്റെ ചർച്ച വരുമ്പോൾ മുസ്ലിം ലീഗ് ആയാലും RSP ആയാലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ചില അഴിച്ചുപണികൾ വേണം. ഉമ്മൻചാണ്ടിയെ പോലുള്ളൊരു നേതാവിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചുമതലയ്ക്കടക്കം അദ്ദേഹത്തെ കൊണ്ടുവരണം എന്നൊരു നിലപാടെടുക്കുമ്പോൾ എന്താണ് ഈ രണ്ട് ഘടകകക്ഷികളുടെ മനസ്സിൽ? നിലവിൽ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് UDF ചെയർമാനായും പ്രവർത്തിക്കുന്നത്. ഈ UDF ചെയർമാൻ സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരണം എന്നൊരു അഭിപ്രായം ശക്തമാണ്. അതോടൊപ്പം തന്നെ
ഇരട്ട പദവി ചൂണ്ടിക്കാട്ടി കെ മുരളീധരൻ MP നേരത്തെ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു നേതൃമാറ്റം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഉമ്മൻചാണ്ടി തന്നെ പരസ്യമായി പ്രതികരിച്ചത്. KPCCയിൽ ഒരു നേതൃമാറ്റം ഇപ്പോൾ ചർച്ചകളിൽ ഇല്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചതും ഈ നേതൃമാറ്റം ഉണ്ടാകില്ലെന്നും അദ്ദേഹം ആ സ്ഥാനത്തേക്ക് ഇല്ല എന്നതിന്റെയും സൂചനയാണ്. DCC തലത്തിലുള്ള അഴിച്ചുപണികളോട് പോലും ഈ ഘട്ടത്തിൽ യോജിപ്പില്ല എന്ന അഭിപ്രായമാണ് കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി പങ്കുവച്ചത്. ഏതായാലും അദ്ദേഹം എന്തുത്തരവാദിത്വം ഏൽപ്പിക്കുന്നുവോ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നേതൃനിലയിൽ ഉമ്മൻചാണ്ടി കൂടുതൽ സജീവമാകണമെന്ന അഭിപ്രായം, പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി കൂടി മടങ്ങി വന്ന ഒരു സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി കൂടുതൽ സജീവമാകണം എന്ന അഭിപ്രായത്തിന് തന്നെയാവും ഘടകകക്ഷികൾ മേൽക്കൈ നൽകുക. ഇതിൽ എന്ത് നിലപാട് AICC നേതൃത്വം സ്വീകരിക്കും എന്നതും നിർണായകമാവും. പ്രത്യേകിച്ച് പരമ്പരാഗത വോട്ടുകൾ മധ്യ തിരുവിതാംകൂറിലടക്കം വലിയ തോതിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിൽ ഏതായാലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനും KPCC അധ്യക്ഷ സ്ഥാനത്തിനും ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതോടൊപ്പം തന്നെ അവർക്കൊപ്പം തന്നെ നിൽക്കുന്ന ഒരു പദവിയിലേക്ക് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരാനാണ് സാധ്യത ഇപ്പോൾ. നന്ദി. ഇക്കാലത്തേക്ക് കേരളത്തിലെ UDF-ൽ ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി കൂട്ടുകെട്ടിന് വീണ്ടും അവസരം ഉണ്ടാകുമോ എന്ന് നിർണായകമായ ചർച്ചകൾ ഇന്ന് നടക്കുന്നു. താരിഖ് അൻവർ UDF ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തുകയാണ്. മുസ്ലിം ലീഗും RSPയും പോലുള്ള ഘടകകക്ഷികൾ ഉമ്മൻചാണ്ടിയെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അടക്കം ചുമതല ഏൽപ്പിക്കണമെന്ന നിലപാടിൽ നിൽക്കുകയാണ്. ഏതായാലും വരും മണിക്കൂറുകളിൽ നമുക്കതുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ പ്രതീക്ഷിക്കാം. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോയി ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു ആർക്കും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ആർക്കും ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. ഏതായാലും ആ വാർത്തയിലേക്ക് പോകാൻ തീർച്ചയായും. നെയ്യാറ്റിൻകരയിൽ ജപ്തിക്കിടെ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചിരിക്കുന്നു. വെൺപകൽ സ്വദേശി രാജനാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. തീപ്പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു അന്ത്യം. VS അനുവാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകുക. അനു, വളരെ ദുഃഖകരമായ വാർത്തയാണ് രാവിലെ തന്നെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം പോലീസിനെതിരെ രംഗത്തെത്തുന്ന സാഹചര്യമെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആ വ്യക്തി മരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഈ മണിക്കൂറിൽ പുറത്തുവരുന്നു. എങ്ങനെയാണ് മറ്റ് സാഹചര്യവും വിശദാംശവും? രഞ്ജിനി, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രാജൻ ഭാര്യയ്ക്കൊപ്പം ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇതിന്റെ പ്രധാന കാരണം രാജൻ താമസിച്ചിരുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട് രാജന്റെ അയൽവാസി വസന്തുമായി ഒരു തർക്കമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിൻകര കോടതിയിൽ ഒരു കേസ് നടത്തുന്നുണ്ടായിരുന്നു. ഈ കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരും പോലീസും എത്തുമ്പോഴാണ് രാജനും ഭാര്യയ്ക്ക് മാനസികമായി പ്രശ്നമുള്ള സ്ത്രീയാണ്, അമ്പിളി എന്നാണ് അവരുടെ പേര്. അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാജൻ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. ഈ സമയത്ത് രാജന്റെ കയ്യിലിരുന്ന ലൈറ്റർ ഇയാളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് അത്തരം ഒരു ലൈറ്റർ ഓണാക്കുന്ന കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പെട്ടെന്ന് ഈ ലൈറ്റർ പിടിച്ചു വാങ്ങാൻ നെയ്യാറ്റിൻകര സ്റ്റേഷനിലെ പോലീസുകാരെ ശ്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് തീ ആളിക്കത്തുന്നത്. അതിനുശേഷം പോലീസാണ് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന ആരോപണമൊക്കെ രാജൻ ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അത്തരം പറയുന്ന മൊബൈലിൽ പറയുന്ന വീഡിയോ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഏതായാലും രാജൻ ഇപ്പോൾ പുലർച്ചെ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്നും അത്തരം ഒരു അറിയിപ്പ് വരികയും ചെയ്തു. ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം 4-ാം തീയതി വരെ ഈ കോടതി നടപടികൾ നടപ്പിലാക്കാനുള്ള ഒരു സാവകാശം ഉണ്ടായിരുന്നിട്ട് കൂടി പോലീസ് ഇക്കാര്യത്തിൽ ഒരു ധൃതി കാണിച്ചു എന്നുള്ളതാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ആരോപണം. ഇപ്പോൾ രാവിലെയാണ് മരിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. രഞ്ജിനി, ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് രാജന്റെ തന്നെ ഒരു വിഷ്വൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു. ഈ പോലീസിന്റെ ഒരു ഇടപെടലാണ് ഇത്തരമൊരു അത്യാഹിതത്തിലേക്ക് നയിച്ചത് എന്ന മട്ടിലൊരു അദ്ദേഹത്തിന്റെ ഒരു സംഭാഷണം നമ്മൾ കണ്ടതാണ്. പോലീസിന്റെ ഇടപെടൽ വീട്ടുകാരും ഇത്തരത്തിലും ഒരു പരാതി പറയുന്ന സാഹചര്യത്തിൽ ഇന്ന് DGPക്ക് പരാതി കൊടുക്കാൻ നേരത്തെ അവർ തീരുമാനിച്ചിരുന്നു പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികളോ അന്വേഷണമോ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കമുണ്ടോ എന്നുള്ള സാധ്യതയുണ്ടോ? സ്വാഭാവികമായും DGPക്ക് ഇത്തരത്തിലൊരു പരാതി നൽകുമ്പോൾ നെയ്യാറ്റിൻകര DYSPക്ക് അന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ വലിയ വാർത്തകൾ വന്ന സ്ഥിതിക്ക് DYSPയുടെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകും. കാരണം പോലീസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഈ അപകടത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ DGPയുടെ ഓഫീസിൽ നിന്ന് അത്തരം നിർദ്ദേശം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായാലും ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടു നൽകും. ആ സമയത്ത് നേരിട്ട് DYSP അടക്കമുള്ളവർ സ്ഥലത്തെത്തുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്.
ശരി. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ പാലക്കാട് തേൻകുറിശി ദുരഭിമാന കൊലയിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഇന്ന് അന്വേഷണം ഏറ്റെടുക്കും. ഡിവൈഎസ്പി സുന്ദരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. അതേസമയം കേസിൽ പോലീസിന്റെ വീഴ്ച പരിശോധിക്കുമെന്ന് മന്ത്രി AK ബാലൻ വ്യക്തമാക്കി. ഇന്ന് ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രസാദ് ചേരുകയാണ് പാലക്കാട് നിന്ന്. പ്രസാദ്, ഒരുപക്ഷെ കേരളം സമീപകാലത്ത് കേരളം ഞെട്ടിയ ഒരു വാർത്ത തന്നെയാണ് പ്രസാദ് കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഒരിക്കലും കേരളം പോലുള്ളൊരു സമൂഹത്തിൽ സംഭവിച്ചു കൂടാത്ത ഒരു വാർത്ത തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിൻ്റെ തുടരന്വേഷണവും ബാക്കി കാര്യങ്ങളുമെല്ലാം നമ്മൾ കണ്ടതാണ്. ഏതായാലും മന്ത്രി AK ബാലൻ പറഞ്ഞിരിക്കുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടെങ്കിൽ അത് അന്വേഷിക്കുമെന്നും ഇന്ന് ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അനീഷിൻ്റെ കുടുംബം മുഖ്യമന്ത്രി കാണാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഈ ബാക്കി നടപടികൾ എങ്ങനെയാണ്? ലല്ലു, അനീഷിന്റെ കുടുംബം ഇന്ന് മുഖ്യമന്ത്രിയെ കാണാനുള്ള സാധ്യത കുറവാണ്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടി വൈകിട്ട് 4 മണിക്കാണ്. പാലക്കാട് നഗരത്തിൽ തന്നെയാണ് പരിപാടി വെച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഇന്ന് കേസ് ഏറ്റെടുക്കും. ഇന്ന് 11 മണിക്ക് SP-യുമായി അന്വേഷണ സംഘം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റ് കേസ് ഡയറികൾ ഉൾപ്പെടെ നിലവിൽ കേസ് അന്വേഷിക്കുന്ന ലോക്കൽ പോലീസ് ഇന്ന് വാങ്ങും. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പ്രതികളെയും, ഈ അനീഷിന്റെ ഭാര്യാപിതാവ് പ്രഭുകുമാറിനെയും അതോടൊപ്പം അമ്മാവൻ സുരേഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തതാണ്. ഇന്നലെ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ പ്രതികൾ ഇതിനകത്തുണ്ടോ എന്നുള്ളതാണ്. കൂടുതൽ പ്രതികൾ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉയർന്നത് ഹരിതയുടെ മുത്തച്ഛൻ തന്നെ ഇത്തരത്തിൽ ഇവരെ വിവാഹബന്ധത്തിൽ നിന്നും ഉപേക്ഷിച്ച് തിരികെ വരണം എന്നുള്ള രീതിയിൽ ഇവരെ വലിയ തോതിൽ നിർബന്ധിക്കുകയെല്ലാം തന്നെ ചെയ്തിരുന്നു. ഹരിതയെ അവർക്ക് പണം കൊടുത്ത് അവരെ ഒഴിവാക്കാം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഫോൺ സംഭാഷണമെല്ലാം ഇന്നലെ പുറത്തു വന്നതുമാണ്. അങ്ങനെ ഈ വീട്ടിലെ മുത്തച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ടോ, ഗൂഢാലോചനയിൽ പങ്കുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി പോലീസ് പരിശോധിക്കുന്നത്. വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ചുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. അതോടൊപ്പം ഹരിത ഉൾപ്പെടെയുള്ള ആളുകളുടെ, അനീഷിൻ്റെ കുടുംബാംഗങ്ങളുടെ എല്ലാം തന്നെ മൊഴി പോലീസിന് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇന്നും നാളെയുമായി അത്തരം കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ സുന്ദരൻ നമ്മളോട് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഇനി വലിയൊരു ആക്ഷേപം പോലീസിനെതിരെയാണ്. ലോക്കൽ പോലീസിനെതിരെ ഇതിനകത്ത് പോലീസ് ശക്തമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഒഴിവാക്കാമായിരുന്നു എന്ന് നേരത്തെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഹരിതയും അനീഷിൻ്റെ കുടുംബവും എല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഒരു നിരന്തരമായി ഹരിത അമ്മാവൻ ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഒരുമിച്ച് താമസിപ്പിക്കാൻ 3 മാസത്തിൽ കൂടുതൽ നിങ്ങൾ താമസിക്കില്ല എന്നുള്ള രീതിയിലെല്ലാം ഭീഷണിപ്പെടുത്തുകയെല്ലാം ചെയ്തതാണ്. ഇത് പോലീസിന് അറിവുള്ള കാര്യമാണ് എന്ന് തന്നെയാണ് അറിയുന്നത്. ഒരു വലിയ വീഴ്ച, തെരഞ്ഞെടുപ്പ് തിരക്കുകളാണ് എന്നതാണ് പോലീസ് ഇതിന് പറയുന്ന ഒരു കാര്യം. ഫോൺ എടുത്ത ശേഷം, അതായത് ഈ ഹരിതയുടെ അനീഷിൻ്റെ വീട്ടിൽ വന്ന് അനീഷിൻ്റെ സഹോദരൻ്റെ ഫോൺ ഈ സുരേഷ് ബലമായി കൊണ്ടുപോവുകയും അതിനുശേഷം ഒരു പരാതി കൊടുക്കുകയെല്ലാം തന്നെ ചെയ്തിരുന്നു. പക്ഷേ അതിനകത്ത് പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തുകയോ ഫോൺ തിരികെ പിടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു നടപടി എടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. അതിനെല്ലാം നേരത്തെ പോലീസ് പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയാണ് അവർ അതിനൊരു ഇതായി പറഞ്ഞിരുന്നത്. പക്ഷേ അത്ര ലാഘവത്തോടുകൂടി കാണേണ്ടിയിരുന്ന ഒരു കാര്യമായിരുന്നില്ല. ശക്തമായ ഒരു നടപടി എടുക്കേണ്ടിയിരുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ ഇന്ന് ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രിയുമായി ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനെതിരെ, ലോക്കൽ പോലീസിനെതിരെ ഉയർന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ മന്ത്രി AK ബാലനും ഇവിടുത്തെ മറ്റ് CPM-ന്റെ നേതാക്കളെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ആ രീതിയിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്നും നമുക്ക് കാത്തിരുന്ന് കാണണം. ശരി, എന്തായാലും കേസ് അന്വേഷണം ഇന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയാണ്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോഴും കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. തിരുവനന്തപുരം കാരക്കോണത്തുള്ള ഒരു വാർത്തയാണ്. എന്തായാലും അത് നമുക്ക് പരിശോധിക്കാം. തിരുവനന്തപുരം കാരക്കോണത്ത് മധ്യവയസ്കയായ ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് അരുൺകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സ്വത്ത് തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകമെന്ന് അരുൺ പോലീസിനോട് സമ്മതിച്ചു. ശാഖാകുമാരിയുടെ മരണം ഷോക്കേറ്റാണ് സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പറഞ്ഞുവെക്കുന്നു. കാരക്കോണം സ്വദേശി ശാഖകുമാരിയുടെ കൊലപാതകത്തിൽ ഭർത്താവ് അരുൺകുമാറിന്റെ അറസ്റ്റ് രാത്രിയാണ് വെള്ളറട പോലീസ് രേഖപ്പെടുത്തിയത്. ശാഖയെ ബോധം കെടുത്തിയ ശേഷം ഷോക്കടുപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. ഭാര്യയുടെ സ്വത്ത് തട്ടിയെടുക്കാനാണ് കൊലപാതകം നടത്തിയത്. മുൻപ് കൊലപാതക ശ്രമം നടത്തിയിരുന്നുവെന്നും അരുൺ സമ്മതിച്ചു. അതേസമയം ശാഖയുടെ മരണകാരണം ഷോക്കേറ്റാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. ബോധം കെടുത്തിയ ശേഷമാണ് പ്രതി കൃത്യം നടത്തിയത്. കിടപ്പുമുറിയിലും മൃതദേഹം കിടന്ന സ്ഥലത്തും രക്തക്കറ കണ്ടെത്തിയ സാഹചര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ത്രേസ്യാപുരം സ്വദേശി ശാഖാകുമാരിയെ വീടിനുള്ളിൽ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനകത്ത് അലങ്കാര ബൾബുകൾ ഇടാൻ ശ്രമിക്കുമ്പോൾ
ഷോക്കേറ്റുവെന്നായിരുന്നു ഭർത്താവ് അരുണിന്റെ ആദ്യ മൊഴി. എന്നാൽ സംഭവത്തിൽ ദുരൂഹത സംശയിച്ച പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. 51 വയസ്സുള്ള ശാഖാകുമാരിയെ 28 വയസ്സുള്ള അരുൺകുമാർ 2 മാസം മുമ്പാണ് വിവാഹം കഴിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിൻ്റെ ഡ്രൈ റണ്ണിന് ഇന്ന് തുടക്കമാകുകയാണ്. ആന്ധ്രാപ്രദേശ്, അസം, ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് ഡ്രൈ റൺ നടത്തുന്നത്. 4 സംസ്ഥാനങ്ങളിലെ 2 ജില്ലകളിൽ വീതമാണ് ഡ്രൈ റൺ. തിരഞ്ഞെടുക്കപ്പെട്ട 100 പേർക്ക് വാക്സിൻ നൽകും. കുത്തിവയ്പ് എടുക്കൽ പ്രത്യാഘാതമുണ്ടായാൽ കൈകാര്യം ചെയ്യുന്നതെങ്ങനെ, കുത്തിവയ്പ് കേന്ദ്രത്തിലെ അണുബാധ നിയന്ത്രണം തുടങ്ങിയവ നിരീക്ഷിക്കും. ശീതീകരണ സംവിധാനങ്ങളുടെ പരിശോധനയും നടത്തും. 2 ദിവസത്തെ വിലയിരുത്തലുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കൈമാറും. ലോകാരോഗ്യ സംഘടനയുടെ UNDP-യും സഹകരിച്ചാണ് വാക്സിൻ ഡ്രൈ റൺ നടത്തുന്നത്. ഈ ചാർലി സിനിമയിലല്ലേ ദുൽഖർ സൽമാൻ ചോദിക്കുന്ന മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? തീർച്ചയായും. അത് കഴിഞ്ഞ് മീശപ്പുലിമലയ്ക്ക് കിടന്ന് ഉറക്കമില്ലായിരുന്നു. ഇവിടെ നിന്ന് എല്ലാവരുടെ കെട്ടിപ്പറക്കി മീശപ്പുലിമലയിൽ പോയി. കഴിഞ്ഞ ദിവസം നമുക്ക് റിപ്പോർട്ട് ഉണ്ടായിരുന്നു മീശപ്പുലിമല. ഇപ്പോൾ മീശപ്പുലിമലയിലേക്ക് പോകുന്ന വഴിക്ക് മൂന്നാറിലാണ് മഞ്ഞ് എന്നുള്ളത്. മൂന്നാറിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്ന് ഈ പാർക്കിംഗ് ഗ്രൗണ്ടൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ക്രിസ്മസ് ദിനത്തിലേക്ക് റെക്കോർഡ് ജനക്കൂട്ടമാണ് വന്നതെന്ന് പറഞ്ഞത്. ഏതാണ്ട് 50,000 പേരൊക്കെ ഒരു ദിവസം വന്ന് എന്തോ കോവിഡ് സാധാരണ ഇത്രയും നാൾ അടച്ചിട്ടിരിക്കുവായിരുന്നില്ലേ, അപ്പൊ തുറന്നു കൊടുത്തപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അതിന്റെ ഒരു ആവേശവും ഉണ്ട്. വാതിൽ തുറന്ന ആളുകൾ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരുടെ മൂന്നാർ പോയിട്ട് ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വന്നിരുന്നു. ന്യൂ ഇയറുമായിട്ട് പ്രമാണിച്ചും ഒരു 5 സ്ഥലം ഒരു ബാക്കിയിരുന്നെന്ന് പറയുന്നത്. ഏതായാലും ടൂറിസം മേഖലയ്ക്ക് വലിയൊരു ഉണർവാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല മൂന്നാറിൻ്റെ തണുപ്പാണ് ഏറ്റവും ആകർഷണീയമായിട്ടുള്ളത്. നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് പോകാം. ഡിസംബറിൽ മഞ്ഞിൽ കുളിച്ച് മനോഹരിയാണ് തെക്കിൻ്റെ കാശ്മീർ. അല്പം വൈകിയാണെങ്കിലും മൂന്നാർ -ഡിഗ്രിയിലെത്തി. തണുത്ത് വിറയ്ക്കുകയാണ് മൂന്നാർ. പുൽനാമ്പുകളിലെ മഞ്ഞിൻ കണങ്ങൾ ഉദയസൂര്യൻ്റെ വെയിലേറ്റ് ഉരുകി വീഴുന്ന കാഴ്ചകൾ ആസ്വദിക്കാൻ നമുക്കും പോകാം മൂന്നാറിലേക്ക്. പ്രകൃതിയുടെ പച്ചപ്പിൽ മഞ്ഞു പുതച്ചു മനോഹരമാണ് മൂന്നാർ. അതിശൈത്യം എത്തിയതോടെ ആ മനോഹര ഒരു വൈബാണ് ആസ്വദിക്കുന്നത്. ഏറ്റവും കൂടുതൽ തണുപ്പ് നയമക്കാട്, പള്ളിവാസൽ എന്നിവിടങ്ങളിലാണ്. ഇവിടെ -6 ഡിഗ്രിയാണ്. വരും ദിവസങ്ങളിൽ ഇനിയും തണുപ്പ് കൂടി -10 ഡിഗ്രിയിൽ വരെ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18 ഇടുക്കി. എന്തായാലും -10 ഡിഗ്രി ആവുന്ന സമയത്ത് മൂന്നാറിലേക്ക് ഒന്ന് പോകണം. തിരക്കൊക്കെ ഒഴിച്ചിട്ട് പോകാമെന്നാണ് കരുതുന്നത്. ചേർന്ന് എടുക്കുന്ന അടിമാലിയിലോട്ട് പോയാലോ? ബൈറ്റ് കണ്ടില്ലേ? എന്ത് പറയാനാണെന്ന് കാരണം ചങ്ങായിക്ക് തണുപ്പ് കാരണം വയ്യ. ഇനി നമുക്ക് അടിമാലിയിലെ വെള്ളച്ചാട്ടം കൂടി ഒന്ന് കാണാം. അടിമാലി ടൗണിനോട് ചേർന്ന് കിടക്കുന്ന വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നുള്ള വിദൂര ദൃശ്യങ്ങളും സഞ്ചാരികളുടെ മനം കവരുന്നവയാണ്. അടിസ്ഥാന സൗകര്യം ഒരുക്കിയാൽ, മികച്ച ടൂറിസം കേന്ദ്രമാക്കിയാൽ വലിയ തോതിൽ സഞ്ചാരികളെ ഇവിടെ ആകർഷിക്കാൻ സാധിക്കും. അടിമാലി ടൗണിൽ നിന്നും 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുരങ്ങാട്ടി വെള്ളച്ചാട്ടത്തിനടുത്തെത്താം. ഇവിടെ നിന്ന് നോക്കിയാൽ അടിമാലി പട്ടണം കാണാം. ഹൈറേഞ്ചിന്റെ വിദൂര ദൃശ്യങ്ങളും സഞ്ചാരികളെ പിടിച്ചിരുത്തും. മഴക്കാലത്തിന് വെള്ളച്ചാട്ടത്തിന് ഭംഗിയേറും. വേനലെടുക്കുമ്പോൾ അരുവി പോലെ നേർക്കുമെങ്കിലും വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം കുറയുന്നില്ലെന്ന് സന്ദർശകർ. അധികൃതരുടെ ശ്രദ്ധയെത്തുന്നില്ലെങ്കിലും സഞ്ചാരികൾ കേട്ടറിഞ്ഞ് ഈ മലമുകളിലെത്തും. ഏറെ നേരം ഇവിടെ ചിലവഴിക്കും. അടിമാലിയുടെ തന്നെ നല്ലൊരു വ്യൂ ആണ് ഈ വെള്ളച്ചാട്ടത്തിന്. നമ്മൾ നേരെ അടിമാലി നോക്കുമ്പോൾ മുകളിലായിട്ട് കാണാൻ പറ്റും. ഫുൾ അടിമാലി ടൗണ്, ബിൽഡിങ്സ്, മെയിൻ ബസ് സ്റ്റാൻഡ് അങ്ങനെ കാണുന്നത് നല്ലൊരു കവറേജ് കിട്ടുന്ന വ്യൂ. രാത്രിയൊക്കെ നല്ലൊരു സൈറ്റാണ് വന്നിരിക്കാൻ. നമുക്കറിയില്ല, അപ്പോൾ വന്നപ്പോൾ ചായ കുടിക്കാൻ കടയിലൊക്കെ ചോദിച്ചു പറഞ്ഞു രാത്രി തന്നെ മക്കളെ ഇപ്പോഴാണ് നല്ലൊരു വൈബ് കാണാൻ. ഫുള്ള് ഭയങ്കര ലൈറ്റിംഗ് ആയിരിക്കും. വലിയ കരിമ്പാറക്കെട്ടുകളിലോ വെള്ളച്ചാട്ടത്തിന്റെ പരിസരത്തോ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല.
ടൂറിസം വകുപ്പോ തദ്ദേശ സ്ഥാപനങ്ങളോ ഈ പ്രദേശത്തിന്റെ വികസനത്തിന് ഒരു പദ്ധതിയും തയ്യാറാക്കിയിട്ടില്ല. മൂന്നാറിലേക്ക് എത്തുന്ന സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയുമെങ്കിലും അതിനുള്ള നടപടികളൊന്നും ഇതുവരെ അധികൃതർ കൈക്കൊണ്ടിട്ടില്ല. സുരക്ഷാവേലിയും ഇരിപ്പിടങ്ങളും വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുവാനുള്ള കൽപ്പടവുകളും തീർത്താൽ തന്നെ സഞ്ചാരികൾക്ക് ആവശ്യം വേണ്ടുന്ന സൗകര്യങ്ങളാകും. ഇവിടെ കുറെ സജ്ജീകരണങ്ങളൊക്കെ വരുവാണെങ്കിൽ കുറെ ടൂറിസ്റ്റുകൾ ഈ സ്ഥലത്തേക്ക് കയറി വരും. ഇപ്പൊ എത്ര പെട്ടെന്ന് നമുക്ക് തന്നെ പെട്ടിമുടി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ അടിമാലിയിൽ വളരെ പെട്ടെന്ന് ഫേമസ് ആയി. എറണാകുളത്ത് നിന്നൊക്കെ ഇഷ്ടംമാതിരി ആൾക്കാർ, ഇപ്പോൾ കൂടുതൽ ആൾക്കാരും നമ്മളിങ്ങനെ സ്ഥലങ്ങൾ അറിഞ്ഞറിഞ്ഞ് കയറി വരികയാണ്. അടിമാലി ടൗണിൽ നിന്ന് കുരങ്ങാട്ടി വെള്ളച്ചാട്ടം കാണാം. ടൗണിൽ നിന്ന് ഇവിടേക്ക് ജീപ്പ് സർവീസ് ഏർപ്പെടുത്തണമെന്നും ആവശ്യമുണ്ട്. ന്യൂസ് 18 അടിമാലി. മണ്ഡല ഉത്സവകാലത്ത് ഇത്തവണ കാഴ്ചയുടെ വസന്തം തന്നെയായിരുന്നു ശബരിമലയിലുണ്ടായിരുന്നത്. പൂങ്കാവനത്തിൽ നിന്നുള്ള മനോഹരമായ നിരവധി കാഴ്ചകൾ നമുക്ക് മുന്നിലെത്തി. ഇതുവരെ കാണാതിരുന്ന ചില കാഴ്ചകൾ കൂടി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുകയാണ് ന്യൂസ് 18 സംഘം. കാട് പല കാഴ്ചകളും ബാക്കി വെക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ അനുഭവം അതുതന്നെയാണ്. ഈ കാട്ടിൽ മലമുഴക്കി വേഴാമ്പലിന്റെ സാന്നിധ്യമുണ്ട്. ഏറെ ദിവസങ്ങൾ കാത്തിരുന്നു, പക്ഷേ കണ്ടെത്താനായില്ല. കാത്തിരിപ്പ് ടെസ്റ്റിലെ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തുടങ്ങിയ ഓസ്ട്രേലിയയുടെ ആദ്യ വിക്കറ്റ് നഷ്ടമായിരുന്നു. 4-1 എന്ന നിലയിലാണ് ഇപ്പോൾ ഓസ്ട്രേലിയ. 4 റൺസ് എടുത്ത ജോ ബേൺസ് അദ്ദേഹം പുറത്തായി. ഉമേഷ് യാദവിനാണ് വിക്കറ്റ്. ഋഷഭ് പന്ത് ക്യാച്ച് എടുത്താണ് ജോ ബേൺസ് പുറത്തായിരിക്കുന്നത്. ഏതായാലും നമുക്കിനി അന്തർദേശീയ വാർത്തകൾ ശ്രദ്ധിക്കാം. വീണ്ടും ഫെമി വരികയാണ് അന്തർദേശീയ വാർത്തകളുമായി. ഫെമി, കായിക ലോകത്തെ വാർത്തകളെല്ലാം കണ്ടാണ്. നമുക്കിനി അന്തർദേശീയ രംഗത്ത് എന്താണ് ഇന്നത്തെ സംഭവങ്ങൾ എന്ന് നോക്കാം. എന്താണ് വിശദാംശങ്ങൾ? ലോകത്ത് കോവിഡ് ബാധിതർ 8,11,00,000 മരണം 17,71,000 പിന്നിട്ടു. രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്നലെ കുറവ് രേഖപ്പെടുത്തി. 4 ലക്ഷം പേർക്കാണ് പുതിയതായി രോഗബാധ സ്ഥിരീകരിച്ചത്. 1.5 ലക്ഷത്തിനടുത്താണ് അമേരിക്കയിൽ പുതിയ രോഗികൾ. യൂറോപ്യൻ രാജ്യങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം കുതിച്ചുയരുകയാണ്. ദക്ഷിണാഫ്രിക്കയിൽ കോവിഡ് ബാധിതർ 10 ലക്ഷം കടന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഇത്രയധികം രോഗബാധിതർ ഉള്ള ഏക രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. രോഗികളുടെ പ്രതിദിന എണ്ണത്തിൽ വേഗത്തിലുണ്ടാകുന്ന വർധന രാജ്യത്ത് ഭീതി ഉയർത്തുന്നുണ്ട്. വൈറസിന്റെ പുതിയ വകഭേദം പടരുന്നുണ്ടോ എന്ന് കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചു. അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിൽ അമേരിക്കൻ കോവിഡ് റിലീഫ് ബില്ലിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. കോൺഗ്രസ് അംഗീകരിച്ചിട്ടും ബിൽ ഒപ്പുവെക്കാത്ത ട്രംപിന്റെ നടപടി ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ബില്ലിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ജോ ബൈഡനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടുതൽ മെച്ചപ്പെട്ട പാക്കേജ് ലക്ഷ്യമിട്ടാണ് ബിൽ ഒപ്പുവെക്കുന്നത് വൈകിപ്പിച്ചത് എന്നാണ് ട്രംപ് അനുകൂലികളുടെ നിലപാട്. ക്രിസ്മസ് ദിനത്തിൽ യുഎസിലെ നാഷ്വില്ലിലുണ്ടായ സ്ഫോടനത്തിന്റെ സൂത്രധാരനെ കണ്ടെത്തി. സംഭവസ്ഥലത്ത് നിന്ന് ശേഖരിച്ച DNA-യിൽ നിന്ന് ആന്റണി ക്വിൻ വാർണർ എന്ന 63-കാരനാണ് സ്ഫോടനത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയതായി വ്യക്തമായതായി പോലീസ് അറിയിച്ചു. ടെലികോം ആസ്ഥാനത്തിന് സമീപത്തുണ്ടായ സ്ഫോടനത്തിൽ 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ആശയവിനിമയ സംവിധാനം പൂർണ്ണമായും തകരുകയും ചെയ്തിരുന്നു. ചൈനയിലെ വടക്ക് കിഴക്കൻ മേഖലയായ ലയാനിംഗ് പ്രവിശ്യയിൽ കത്തിക്കുത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. 10 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആക്രമിയെ പോലീസ് പിടികൂടിയതായാണ് സൂചന. കത്തിയുമായി എത്തിയ ആൾ മുന്നിൽ കണ്ടവരെ എല്ലാം കുത്തുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. തിരികെ രഞ്ജിനിലേക്കും ലലുവിലേക്കും. നമുക്ക് മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി. മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിന്റെ പേരിലുള്ള സ്മാരക മന്ദിരം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാച്ഛാദനം ചെയ്യുകയാണ്. CPM എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച 2 കോടി രൂപ ഉപയോഗിച്ചാണ് സ്മാരക മന്ദിരം തയ്യാറാക്കിയത്. മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് 2.5 വർഷം പിന്നിടുന്ന വേളയിലാണ് സ്മാരക മന്ദിരം യാഥാർത്ഥ്യമാകുന്നത്. വിദ്യാർത്ഥികൾക്കായി വിപുലമായ സൗകര്യങ്ങളാണ് 6.5 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച സ്മാരക മന്ദിരത്തിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. സർക്കാർ ഏജൻസികളുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് ആധുനിക കോഴ്സുകളിൽ ഹ്രസ്വകാല പരിശീലനങ്ങൾ നൽകാനുള്ള ക്ലാസ് മുറിയും ലൈബ്രറി സംവിധാനവും സജ്ജമാക്കുന്നുണ്ട്. മത്സര പരീക്ഷകൾക്കും തൊഴിൽ പരിശീലനത്തിനുമായി എറണാകുളത്തെത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസിച്ചു പഠിക്കുന്നതിനുള്ള സൗകര്യവും 2 നിലകളുള്ള മന്ദിരത്തിലുണ്ടാകും. അഭിമന്യുവിന്റെ 1ാം ചരമവാർഷികത്തിൽ തറക്കല്ലിട്ട സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 1.5 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്.
പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് നഗരത്തിൽ തന്നെ ഇതുപോലൊരു കേന്ദ്രം, അങ്ങനെ ഒട്ടനവധി സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന നിലയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അഭിമന്യുവിന്റെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലാണ് സ്മാരക മന്ദിരം മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്യുക. ന്യൂസ് 18 കൊച്ചി.